2,30,00,000 രൂപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പിന്നെ 2 കോടി ചില്ലാനം ഒരു 15 ലക്ഷത്തോളം ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ട്. എൻ്റെ മോൻ്റെ കാശ് പോയി, പിന്നെ ഞങ്ങൾ പോക്കുവരവിന്റെ പൈസയും പോയി, എല്ലാം തിരിച്ചു പോകുന്നു. അപ്പൊ ഇഹത്തിലും വരത്തിലും അയാൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കാശ്, എൻ്റെ മോൻ്റെ കാശ് കൊടുക്കണം. അള്ളാഹു അയാളെ വിജയിപ്പിക്കും. അള്ളാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അള്ള കഴിഞ്ഞിട്ട് വേറൊരു ആളുമില്ല. ആ റബ്ബ് എന്നെ ഓർത്ത് അയാൾ ഈ പൈസ തരാൻ നമ്മ അയാളോട് അപേക്ഷിക്കണം. കാരണം നമ്മളെ കാശ് അയാളെ ഈ കെട്ടുപോയില്ലേ. കോടികളുടെ തട്ടിപ്പിന്റെ കഥയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന വലിയ ബിസിനസ്സുകാരുടെ പിന്നിൽ അവർ നടത്തിയ വലിയ ക്രൈമുകൾ ഉണ്ടെന്നുള്ള വിവരം അവർ തന്നെ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ക്രൈം ചെയ്തിട്ടാണ് ഞങ്ങൾ വലിയ കോടീശ്വരന്മാരായത് എന്നാണ് അവർ പല ഇന്റർവ്യൂവിലും അവകാശപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇറാം മോട്ടോഴ്സിന്റെ ഉടമ സിദ്ദിഖ് അഹമ്മദ് വലിയ തട്ടിപ്പുകാരനാണെന്നും കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരാളിൽ നിന്നല്ല, പലരിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തിയ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വലിയ ആളായി എല്ലാവരുടെയും മുന്നിൽ മാന്യനായി ചമഞ്ഞു നടക്കുന്നത്. അങ്ങനെ ഉള്ള തെളിവുകൾ ഒന്ന് ആണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. അതിൽ ഈ തട്ടിപ്പിനിരയായ അഡ്വക്കേറ്റ് അക്ബർ, അദ്ദേഹത്തിന്റെ ഉമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആ സങ്കടകഥ അവർ പറയുകയാണ്. നമസ്കാരം ഉമ്മ. അതായത് ഉമ്മേന്റെ പേരെന്താണ്? നഫീസ അബ്ദുൽ കരീം. എവിടെയാണ് വീട്? എൻ്റെ വീട് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് നമ്മളെ വീട്. നമ്മുടെ മകനാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് അല്ലേ? എത്ര കോടി രൂപ തട്ടിപ്പിന് ഇരയായി? 2,30,00,000 രൂപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പിന്നെ 2 കോടി ചില്ലാനം ഒരു 15 ലക്ഷത്തോളം ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ട്. അത് പലതവണ ചെന്ന് ഇവിടെ ജിദ്ദയിൽ, സൗദി അറേബ്യയിൽ കേസ് കൊടുത്ത് അതൊക്കെ വിധിയായിട്ടും അതൊന്നും തന്നില്ല. അതൊന്നും കാറ്റിൽ പറത്തി. എൻ്റെ മോൻ്റെ കാശ് പോയി, പിന്നെ ഞങ്ങൾ പോക്കുവരവിന്റെ പൈസയും പോയി, എല്ലാം തിരിച്ചു പോകുന്നു. ഉമ്മ ഹജ്ജ് നടത്തിയിട്ടുണ്ടോ? പോവാ. ഉമ്മ ഹജ്ജ് ഏത് കാലത്താണ് നടത്തിയത്? 2015. ഇപ്പോൾ ഹജ്ജിന് പോയ ആൾക്കാർ സത്യം മാത്രമേ സത്യം പറയുള്ളൂ. ഞാൻ ഇപ്പോഴും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിച്ച ആൾക്കാർ മാർഗത്തിലൂടെ 19 വർഷമായിട്ട് ഞാൻ ഖുർആൻ ഫുള്ള് ഹിഫ്ളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അത് പഠിച്ചുകൊണ്ടിരിക്കുക 19 വർഷമായി. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി. അന്യന്റെ മുതൽ നമ്മുടെ പള്ളിയിൽ ഇടാൻ പാടില്ല. നമുക്കതും കൊണ്ട് നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അള്ളാഹിന്റെ അടുക്കലേക്ക് പോകണം. ഞാനും പോകണം, നിങ്ങളും പോകണം, എൻ്റെ മക്കളും പോകണം, എല്ലാവരും പോകണം. അപ്പം ഒരാളെ മുതൽ അന്യന്റെ വയറ്റിൽ എൻ്റെ മക്കളാ ഞാനാ ചെല്ലാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനത്തെ മുതലും വേണ്ട ഒരാളത്. പക്ഷെ ഞാൻ സത്യമാണ് പറയണത്, എൻ്റെ സ്വത്തും എൻ്റെ സ്വർണവും എല്ലാം മോനിക്ക് ഞാൻ കൊടുത്തിട്ട് 1 സെന്റ് പോലും മനസാക്ഷി വെച്ചും അവർക്ക് നിൽക്കാൻ പറ്റൂല. അത്രയും സമയം കഴിഞ്ഞ് വീടും വിട്ടിട്ട് എൻ്റെ വാപ്പ് സിലോണിയിൽ 1957 അധ്വാനിച്ച പറമ്പാണ് ഞാൻ വിറ്റ് എൻ്റെ മക്കൾക്ക് കൊടുത്തത്. ഈ മോനിക്ക് കൊടുത്ത് അതുണ്ടായ മുതല് ഇപ്പൊ അതും പോയി. അപ്പൊ അതെനിക്ക് ഭയങ്കര വേദനജനമായ. എൻ്റെ മോൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. ഇങ്ങനെ അവര് പറഞ്ഞ് പല രേഖകളും കാണിച്ച് 100 കോടി ആസ്തിയുടെ രേഖകൾ കാണിച്ച് അതിൽ നിന്ന് 35% ഷെയർ എൻ്റെ മോനിക്ക് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ മോൻ കാശ് കൊണ്ട് കൊടുത്താണ്. ഇതൊക്കെ വ്യാജരേഖയായിരുന്നു. ഇതൊക്കെ കയ്യിൽ കാശ് കിട്ടി കഴിഞ്ഞപ്പ അവര് ഇതൊന്നും അറിയൂല. എൻ്റെ മോൻ തട്ടിപ്പരായി, കാശ് കൊടുക്കൂല. എൻ്റെ മോൻ കാശ് കൊടുത്തിട്ടില്ല. ഈ പൈസ കൊടുത്തതിന്, അതായത് സിദ്ദിഖ് അഹമ്മദ് ആണല്ലോ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള പ്രതി എന്ന് പറയുന്നത്. അതായത് ഇറാം മോട്ടോഴ്സിന്റെ ഉടമയായ ആണല്ലോ ഇതിന്റെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്. അതിന്റെ കാശ് നമുക്ക് കൊടുത്തത്. അപ്പൊ ഈ കോടിയൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ?
തെളിവുണ്ട്. തെളിവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിന് പറമ്പ് സ്വർണങ്ങൾ വിറ്റിട്ടുണ്ട്, പറമ്പ് വെച്ച് ബാങ്കിൽ ലോൺ വെച്ച് പൈസ എടുത്തതിൻ്റെ തെളിവുണ്ട്. എത്ര കാലം മുമ്പാ നടന്നത്? 2010. അപ്പം 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. ഇപ്പം ഈ ഒരു വിദേശത്തുള്ള ഒരു കമ്പനിയുടെ ഷെയർ കൊടുക്കാമെന്നാണ് വാക്കുകൾ വിശ്വസിച്ച് ഒരു മുസ്ലിമാണ് അദ്ദേഹം ഹജ്ജ് ചെയ്തതായിരിക്കും ആണല്ല. അങ്ങനെയാണ് അഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഹജ്ജ് ചെയ്തവരെ ഹാജി എന്ന് പറയുള്ളൂ. അപ്പം അദ്ദേഹം സത്യസന്ധമായിട്ട് പെരുമാറുള്ളെന്ന് എൻ്റെ മോൻ മനസ്സിൽ കരുതി. ഹജ്ജ് നടത്തിയിട്ടുള്ള ഹാജിയാരായതുകൊണ്ട് അദ്ദേഹം കള്ളത്തരൊന്നും കാണിക്കില്ല. ഇസ്ലാമാണ് അയാൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല ഇസ്ലാമില്. അങ്ങനെയുണ്ട്. ഒരാളെ മുതൽ അന്യന്റെ മുതൽ തിന്നാനും പാടില്ല. ഒരാളെ പറ്റില്ലാത്ത മുതൽ തിന്നാൻ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും അയാൾ സത്യസന്ധനാണെന്ന് നമുക്ക് തോന്നി. അതിന്റെ പേരിൽ പൈസ കൊടുത്ത്. ഇപ്പൊ പൈസകൾ തിരിച്ചു തരാൻ ഇതിന്റെ ഷെയറും ഇല്ല, പൈസ തരുന്നില്ല. കമ്പനി ആയിട്ടൊരു ബന്ധം എൻ്റെ മോനെ കാണിച്ചിട്ടില്ല ഇന്നുവരെ. ഷെയർ കൊടുത്തിട്ടില്ല. എനിക്ക് ഷുഗർ പറഞ്ഞിട്ടേ സംസാരിക്കാൻ പറ്റുന്നില്ല. ആണോ? ഷുഗറിന്റെ താറാറുണ്ട് അല്ലേ? ഒന്നും വേണ്ട, കാമൻ ക്വയറ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ അത് പബ്ലിഷ് ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യുന്നതും. ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ കള്ളത്തരമുള്ള കാര്യം പുറം ലോകത്തെ അറിയിക്കുകയും അതുവഴി പൈസ കിട്ടാൻ തിരിച്ച് പൈസ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പൈസ എങ്ങനെ തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ വീട് ജപ്തിയായി വീടിന്ന് ഇറങ്ങേണ്ടി വരും. ജനിച്ച മുതൽ വളർന്ന വീടും പറമ്പും നമുക്ക് മരിച്ച വീടും എൻ്റെ ഹസ്ബൻഡ് മരിച്ച വീടും ഒക്കെ അത് തന്നെയാണ്. ഹസ്ബൻഡ് എത്ര കാലമായി മരിച്ചിട്ട്? 21 വർഷമായി. അപ്പൊ ഇത്രയും കാലം നമ്മൾ വളർത്തി വലിയൊരു പൊസിഷൻ എത്തിമാക്കാൻ, എന്നിട്ട് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പൈസ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതുവരെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തിയ ആളെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മോനാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ. നമ്മളെ വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും അവർ വരികയൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലായത് തട്ടിപ്പാണെന്നുള്ളത്? തട്ടിപ്പാണെന്നുള്ള കാര്യം എൻ്റെ മോൻ സൗദിയിൽ ഏത് നേരവും പോകും, കാശ് ചിലവാക്കി അവിടേന്ന് ഇവിടെയൊന്നും കടം മേടിച്ചും അങ്ങനെ മേടിച്ചും ഇങ്ങനെ മേടിച്ചും സ്വർണം വിറ്റും അപ്പം അത് കൊടുക്കും. അതും വീണ്ടും വിറ്റ് പോകും. സൗദിയിൽ പോയി 3 മാസം നിൽക്കും, 2 മാസം അവിടെ നിന്ന് പോരുമ്പോൾ നമ്മുടെ പൈസ വേണ്ടേ, മോനിക്ക് അവിടെ ജീവിക്കണ്ടേ, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ. അപ്പം അതിനാ കൊടുത്ത് പോയി മോനായിട്ടുള്ള ഇതാണ്. എത്ര വർഷമായി സൗദിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട്? 10 വർഷത്തോളം. 10 വർഷത്തോളം അങ്ങനെ 10-12 വർഷത്തോളമായി അല്ലേ? അപ്പം ഈ പറയുന്ന ആളുകൾ ആരാന്ന്, ഈ സിദ്ദിഖ് അഹമ്മദ് ആരാണെന്നുള്ളത് നമുക്ക് അറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇറാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെയുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട് അല്ലേ? മതിലകം ഭാഗത്ത് സ്ഥാപനമുണ്ട്. അപ്പം അവരോട് എന്താ പറയാനുള്ളത് നമുക്ക്? ഇപ്പം അവരോട് പറയാനുള്ളത് ഇത് തട്ടിപ്പുണ്ട്, ഇനി നിങ്ങളാരും ഇതിൽ കുടുങ്ങരുത്. അതൊക്കെ ഈ പൈസ മേടിച്ച ആൾക്കാരോട്, തട്ടിപ്പ് നടത്തിയ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അത് പഠിച്ചവന് കൊടുത്ത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ തിരിച്ചു തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇലാഹ റബ്ബിനെ ഓർത്തിട്ട്. കാരണം ഞാൻ ഇത്തോരം കോടികൾ ഉണ്ടായാലും ഇതൊക്കെ ഇട്ടിന് ഒരു ഞങ്ങൾക്ക് പറയണത് 6 മുഴം തുണിയും കൊണ്ടാണ് ഞമ്മ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. മഹേഷ് അത് കോടികൾ ഉണ്ടായാലും 100 കോടി ഉണ്ടായാലും 10,000 കോടി ഉണ്ടായാലും. പക്ഷെ ഞങ്ങളെ കഷ്ടത്തിലാക്കിയിട്ട് പോയാൽ അയാൾക്ക് നാളെ മാസറയും കിട്ടൂല. ദുനിയാവില് അയാൾ ഇങ്ങനത്തെ ഒരു പേരും കേൾക്കും. ദുനിയാവെന്ന് പറഞ്ഞാൽ മനസ്സിലായി യോഗം. അപ്പൊ ഇഹത്തിലും പരത്തിലും അയാൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കാശ്, എൻ്റെ മോൻ്റെ കാശ് കൊടുക്കണം. അള്ളാഹു അയാളെ വിജയിപ്പിക്കും. അള്ളാഹു തായ അള്ളാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അള്ള കഴിഞ്ഞിട്ട് വേറൊരു ആളുമില്ല. ആ റബ്ബ് എന്നെ ഓർത്ത് അയാൾ ഈ പൈസ തരാൻ നമ്മ അയാളോട് അപേക്ഷിക്കണം. കാരണം നമ്മളെ കാശ് അയാളെ ഈ പെട്ടുപോയില്ലേ. നമുക്ക് ഇനി അയാള് മനസ്സ് വെച്ച് തരണം. നമ്മുടെ കാശാണെങ്കിലും അയാൾക്കൊരു മനസ്സ് ഇല്ലായിട്ടല്ലേ ഈ ചതിച്ചങ്ങോട്ട് എന്നെ പോയിട്ട് ഇറങ്ങിയറാക്കണത്. ഇന്നും തുടങ്ങിയതല്ല, കൊല്ലങ്ങളായി.
10-15 കൊല്ലായി എൻ്റെ മോനിട്ട് ഇടങ്ങിയതാക്കണത്. ആ വിഷമത്തിലാണ് എൻ്റെ മോൻ നടക്കുന്നത്. എത്ര വിഷമമുണ്ടെന്ന് ആ മോനിക്ക് മാത്രമല്ല, ഞാൻ പറയും മോൻ വിഷമിക്കല്ലേ എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും. റബ്ബ് അയാളെ കൊണ്ട് തരാൻ തോന്നിക്കും, മോനിക്ക് തരും, മോൻ്റെ കടങ്ങൾ വീടും. മോൻ വിഷമിക്കല്ല, നമ്മൾക്ക് നമ്മൾ വീടൊക്കെ എടുക്കുക. മോൻ എത്ര മക്കളുണ്ട്? മോന് 3 മക്കൾ, പഠിക്കുന്ന മക്കളാണ്. അവരുടെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യം നോക്കണം. എനിക്കൊരു 25,000 റുപ്യയുടെ മരുന്ന് കുളിച്ചില്ലെങ്കിൽ ഞാനില്ല ഒരു മാസം. എന്താ അസുഖമുള്ളത് നമുക്ക്? എനിക്കൊരു അലർജി ഉള്ളൂ, പക്ഷെ പ്രഷർ ഹാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, അലർജി ഉണ്ട്. പക്ഷെ ഇപ്പം കഴിഞ്ഞ മാസം ഹോസ്പിറ്റലുകൾക്ക് ഞങ്ങളെ കൊടുങ്ങല്ലൂര് തൃശ്ശൂർ ഹോസ്പിറ്റല് എരയിച്ച് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം അവിടെ നിന്ന് കിടന്നിട്ട് പോയിടുമ്പോൾ അതൊക്കെ എൻ്റെ മോൻ ചെയ്യണം. അതായത് ഈ തട്ടിപ്പ് നടത്തിയ ആളോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണ്. ക്ഷമിക്കാൻ പൈസ എന്നാൽ ക്ഷമിക്കാൻ പടച്ചവനോട് അള്ളാഹു ഹൈറാക്കും. അല്ലെങ്കിൽ റബ്ബ് എന്താണ് തീരുമാനിച്ചു വെച്ചാൽ മതി ഇരിക്കും. നമ്മുടെ പൈസ നമ്മ ചതി നുണയും പറയണതല്ല. ഞാൻ ഹജ്ജ് ചെയ്താണ്, ഒരു നുണയും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ, പറയേയില്ല. യഥാർത്ഥ മുസ്ലിമായ ഒരാള് കള്ളം കളയാൻ പറയൂല. ഹജ്ജിന് പോയി ഒരാൾ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഒരാൾ അന്യന്റെ മുതൽ തിന്നേയില്ല. ഹറാമാണെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞേക്കണം. അന്യന്റെ മുതൽ നിന്ന് പലിശ തിന്നാൻ പാടില്ല, ഇങ്ങനെ അന്യന്റെ മുതൽ തിന്നാൻ പാടില്ല, കള കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ ഇത് പെട്ടാലും അങ്ങനെ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് പടച്ചോനെ ഓർത്തിട്ട് അയാള് പൈസ എൻ്റെ മോനിക്ക് തിരിച്ചു കൊടുക്കാൻ അയാളോട് അപേക്ഷിക്കുകയാണ്. അതായത് അള്ളാനെ ഓർത്തിട്ടെങ്കിലും ഇതിന് കൊടുക്കണം. പൈസ കട്ട മുതലുകൊണ്ട് അത് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ജീവിതത്തിൽ തിരിച്ചടി കിട്ടും. ഞാൻ നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ പൂർവ്വമാരായിട്ട് അതിന് വേറെ തിരിച്ചടി അള്ളാഹു തആല ഇവിടെ വെക്കും, നാളെ മനസ്സിലായാലും വെക്കും. നമ്മുടെ വീട്ടുപേരെന്താണ്? കൊടുങ്ങല്ലൂർ എവിടെയാ താമസിക്കുന്നത്? കൊടുങ്ങല്ലൂര് ടൗണിന്റെ ഏരിയത്ത് തന്നെ ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളില്. വീടിന്റെ പേരെന്താണ്? കുന്നത്ത്. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? പുല്ലൂറ്റ് കോഴിക്കട എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നേ വരെ നമ്മൾ ആരോടും ചതിയും 43 വർഷമായി അവിടെ താമസിക്കുന്നത്. ഒരാളോട് അങ്ങോട്ട് നീങ്ങിക്കും ഇങ്ങോട്ട് പോകട്ടെ അമ്മ പറഞ്ഞിട്ടില്ല. അത് ജാതിയില്ല മതമില്ല, ഞങ്ങൾക്ക് 4 പുറം ഹിന്ദുക്കളാണ്. എല്ലാവരോടും ഇന്ന് വരെ നല്ല പെരുമാറ്റമായിട്ട് ജീവിക്കുന്നു. അവരും നമ്മളോട് കറി വെച്ചാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അപ്പൊ അത്രയും ഞങ്ങൾ ഇന്ന് വരെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇല്ല. മതിലിനപ്പുറത്തേക്ക് മുണ്ടും ഇങ്ങനെ അതും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പൊ. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ സ്ഥലം ഇങ്ങനെ ജപ്തിയായി നമ്മൾ വല്ലാത്ത അസുഖപ്പെട്ട്. അതുകൊണ്ടല്ലേ അസുഖമൊക്കെ വന്നിരിക്കുന്നത്? ടെൻഷൻ കൊണ്ടാണ് എനിക്ക് വന്നേക്കണത്. ഈ ടെൻഷനാണ് കാരണം. ഈ സംഭവത്തില് സിദ്ദിഖ് അഹമ്മദിനോട് പറയാനുള്ളത്, ഒരു ഉമ്മ, താങ്കളുടെ ഉമ്മ പോലെ തന്നെ ജന്മം കൊടുത്ത ഒരു ഉമ്മ, ആ ഉമ്മ മനസ്സ് നൊന്ത് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ കൊടുത്ത പണം തിരിച്ചു തരണം, ഞങ്ങൾ വീട് ജപ്തിയിലാണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ആ ജനിച്ചു വളർന്ന സ്ഥലവും വീടുമാണ് ഇപ്പോൾ ഏത് സമയത്തും ജപ്തിയുടെ ഭീഷണിയിലുള്ളത്. കയ്യിലുള്ള എല്ലാ പണവും ഉപയോഗിച്ചാണ് മകൻ ഈ പറയുന്ന കിങ്ഡം ഓഫ് സ്കഫോൾഡിംഗ് കമ്പനിയിലേക്ക് 35% ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സ് സത്യസന്ധമായി താങ്കൾ ഈ കാര്യത്തിൽ ആ പണം തിരിച്ചു കൊടുത്ത് ആ ഉമ്മയോടും കുടുംബത്തോടും നീതി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന കണ്ണീരിന് അഗ്നി പോലെയാണ്. അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ താങ്കൾക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം ഉമ്മ. നന്ദി, നമസ്കാരം.